കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുകയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി LDF വിടും, UDFിലേക്ക് വരുന്നു, UDFിൽ തന്നെ LDFിൽ തന്നെ തുടരും എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, NDAയിൽ പോകും എന്നൊക്കെ. പക്ഷേ എന്തായാലും അദ്ദേഹം ഇപ്പോൾ വേറെ ചില തന്ത്രങ്ങൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ട് മുന്നണിയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹം LDF വിട്ട് UDFിലേക്ക് വരാനുള്ള ചർച്ചയൊക്കെ നടന്ന ഒരു സമയത്ത് തിരുവമ്പാടി മണ്ഡലം ലീഗ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ജോസ് കെ മാണിക്ക് അറിയാം പാലയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, പാലയിൽ നിന്നൊക്കെ കെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ എവിടെങ്കിലും നിന്ന് ജയിച്ചേ പറ്റുകയുള്ളൂ. കാരണം ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം നോട്ടമുണ്ട്. അതില്ലാതെ ഇനിയും 2026 മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് UDFും 2026 അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അത്തരത്തിൽ ചർച്ച നടന്നത്. കോൺഗ്രസിനും ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. കാരണം മുന്നണി വിപുലീകരിക്കും തോറും വോട്ട് കൂടുതൽ നേടി, സീറ്റ് കൂടുതൽ നേടി അധികാരം ഒന്ന് ശക്തമാക്കാൻ CPMനെ നയിക്കുന്ന LDFിനെ തറ പറ്റിക്കാനും കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ഇടയ്ക്ക് അടൂർ പ്രകാശും പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണി ഇപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കത്തില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി ഒന്ന് കഴിയാതെ കാര്യങ്ങളിലേക്ക് പോകത്തില്ല. ജോസ് കെ മാണി ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ഇവിടെ ഇരുന്ന സമയമാണ്, വനം, വന്യജീവി, തെരുവുനായി ശല്യം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന്. മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാത്ത സമയമാണ്. പിന്നെ ഭരണകക്ഷിയിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് LDF മുന്നണിയിൽ പറയണം എന്നാണ് മറ്റ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അതിനെക്കുറിച്ച് പരാതിയുണ്ട്. മുന്നണിയിൽ പറയേണ്ട ഒരു കാര്യം പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്തതിൻ്റെ പേരിൽ ജോസ് കെ മാണിയുടെ മേൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ജോസ് കെ മാണി അത് ഒരു തുറന്ന സമീപനം തന്നെ എടുത്തതാണ്. കാരണം ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പൊതുവെ കൃഷിക്കാരോടും കാർഷിക കാര്യങ്ങളോടും ആഭിമുഖ്യമുള്ളവരാണ്. അവരുടെ പാർട്ടിയാണ്. പാർലമെന്റിലായാലും നിയമസഭയിലായാലും കാർഷിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, റബ്ബറിൻ്റെ താങ്ങുവില, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ളവരാണ്. അവരിപ്പോഴും അതിനുവേണ്ടി നിലകൊള്ളുന്നു. ഈ സമയത്ത് മറ്റുള്ളവരൊക്കെ പറഞ്ഞു നടക്കുന്ന ഇസ്രായേലിനെ കുറിച്ചും ട്രംപിനെതിരെയും ഹമാസിനെ കുറിച്ചും ഹിസ്ബുള്ളയെ കുറിച്ചും പറഞ്ഞു നടക്കുമ്പോൾ ഇവർക്ക് ജനകീയ വിഷയമായ ജനങ്ങളുടെ ഈ വന്യജീവികളുടെ നിരന്തരമായ ആക്രമണം കാരണം ജീവൻ പോലും നഷ്ടപ്പെടുന്നു, കൃഷി ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. അവർക്ക് ഇതാണ് സംസാരിക്കാനുള്ളത്. നിലമ്പൂരിൽ ആ വിഷയം ഉന്നയിച്ചത് PV അൻവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവറിന് അത്രയും വോട്ടിൽ ലഭിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ അത് പൊതുവിടങ്ങളിൽ ഉന്നയിക്കാതെ മുന്നണിയിൽ ഉന്നയിക്കണമെന്നാണ് LDFിലെ ചില നേതാക്കന്മാരുടെ അഭിപ്രായം. പക്ഷെ ജോസ് കെ മാണി അത് ഉന്നയിച്ചുകൊണ്ട് ജനപിന്തുണ നേടുകയാണ്. എന്നിട്ടിപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് കടുത്തുരുത്തിയിൽ മത്സരിക്കണം. കടുത്തുരുത്തിയിലാണ്, കാരണം പാലയിൽ വിജയസാധ്യത ഒട്ടും ഇല്ല, അത് പോയി. കടുത്തുരുത്തി എന്ന് പറയുന്നത് UDFിലെ ജോസഫ് വിഭാഗത്തിൻ്റെ കേരള കോൺഗ്രസിൻ്റെ മോൻസ് ജോസഫിൻ്റെ മണ്ഡലമാണ്. അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LDFിൽ തുടരുകയാണ് ജോസ് കെ മാണി എങ്കിൽ ഒരുപക്ഷെ മോൻസ് ജോസഫുമായുള്ള ഏറ്റുമുട്ടലായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കടുത്തുരുത്തിയിലെ താഴേത്തട്ടിൽ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് ജോസ് കെ മാണി ഏതാണ്ട് വിജയം ഉറപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇത് ജോസ് കെ മാണി ഉന്നയിച്ചതിന് പിന്നിൽ നമുക്ക് സംശയിക്കണം. കാരണം ഇത് ജോസ് കെ മാണിയുടെ ഒരു ബാർഗെയിനിങ് തന്ത്രമാണ്. അദ്ദേഹം CPM ഇനി അത് ജോസ് കെ മാണിയുടെ ആർഗ്യുമെന്റിന്, അഭിപ്രായത്തിനോട്, ഇത്തരത്തിൽ വിലപേശലിന് വഴങ്ങുമോ എന്നുള്ളതാണ്. CPM പൊതുവെ ഒരു ഘടകകക്ഷിയുടെയും അഭിപ്രായത്തിന് വേണ്ടി വഴങ്ങാറില്ല. പിണറായി വിജയൻ തന്നെ പല ഘടകകക്ഷികളോടും സീറ്റിൻ്റെ കാര്യത്തിൽ ബലാത്കാരമായിട്ട് ആവശ്യപ്പെടുന്നു, ഇല്ലാത്തവരെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. നമുക്കറിയാം 2014 NK പ്രേമചന്ദ്രൻ ഇറങ്ങിപ്പോയത്. കൊല്ലം പിടിച്ചെടുക്കാനുള്ള ശ്രമം CPM നടത്തി.
ഇറങ്ങിപ്പോയി. പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രേമേന്ദ്രൻ ഇറങ്ങിപ്പോയി. നേരെ പോയി അവിടെ പോയി UDF സഹർഷം സ്വാഗതം ചെയ്തു. 2014 അവിടെ പോയി മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിന്നീട് 19-ലും 24-ലും മത്സരിച്ചു വൻ ഭൂരിപക്ഷത്തിൽ. ഇനി കൊല്ലം എന്ന് പറയുന്നത് പ്രേമേന്ദ്രനുള്ള മണ്ഡലമായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പാർട്ടിയാണ് CPM. CPM എപ്പോഴും ഈ ഘടകകക്ഷികളെയൊക്കെ ഇങ്ങനെ വിഴുങ്ങി എടുക്കൊണ്ടിരിക്കും. അത് ഒരു ജനാധിപത്യത്തിന് നിരക്കുന്നതായ കാര്യമല്ലെന്നുള്ളതാണ്. ഘടകകക്ഷികളെയും കൂടി ചേർത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കൂട്ടുമന്ത്രിസഭയാണ് വേണ്ടത്. ഇപ്പം ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ 2026-ൽ നോക്കിക്കൊള്ളണം, ഈ ഘടകകക്ഷികളെ മുഴുവൻ വിഴുങ്ങുകയാണ്, അവരുടെയൊക്കെ തന്നെ സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ്. ഒരു 9 സീറ്റ് ഘടകകക്ഷികളിൽ നിന്ന് ആയിട്ട് പിടിച്ചെടുക്കാൻ CPM തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതവർക്ക് വലിയ ദോഷം ചെയ്യുമെന്നുള്ളതാണ്. കാരണം സീറ്റ് കൂട്ടിക്കൊണ്ട് അവർക്ക് CPM-ന് മത്സരിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം പരമാവധി കൂട്ടുക, അതിന് ഈ ഘടകകക്ഷികളുടെ നിന്ന് പിരിച്ചെടുക്കുക. അങ്ങനെ ഘടകകക്ഷികളിൽ നിന്ന് പിടിച്ചെടുത്ത് സീറ്റുകളുടെ എണ്ണം കൂട്ടി വിജയം ഉറപ്പിക്കാനുള്ള തന്ത്രത്തിലേക്ക് നീങ്ങുകയാണ് CPM ചെയ്യുന്നത്. അത് പക്ഷേ ഈ ജോസ് കെ മാണി വിഭാഗമൊക്കെ എത്ര ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടത്. ജോസ് കെ മാണി കേരള കോൺഗ്രസിൽ പൊതുവെ നമുക്കറിയാം നല്ലൊരു വിഭാഗം ക്രൈസ്തവരാണ്. പള്ളിക്കാരും പട്ടക്കാരും ഒക്കെയാണ് തീർച്ചപ്പെടുത്തേണ്ടത് കേരള കോൺഗ്രസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ പോകണം എന്നുള്ള കാര്യത്തിനകത്ത്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്, കാർഷിക വിളകളെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ജോസ് കെ മാണി അങ്ങ് ചുവടുമാറ്റി. ആ ചുവടുമാറ്റത്തിലൂടൊപ്പം തന്നെയാണ് ഇന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലേക്ക് നോട്ടം എന്നറിയിച്ചിരിക്കുന്നത്. ആ കടുത്തുരുത്തി മണ്ഡലം ജോസ് കെ മാണിക്ക് സേഫായിട്ടാണ് കാണുന്നത്. അങ്ങനെ അത്ര സേഫായിട്ട് കാണുന്ന വേറൊരിടം ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എന്തായാലും പാലയിലില്ല. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ LDF-ലേക്ക് പോയത്. ഇനി അങ്ങോട്ടേക്ക് LDF-ൽ പൊതുവെ ജോസ് കെ മാണി അതൃപ്തനാണ്. ബാർഗെയിനിങ് ഒന്നും തന്നെ നടക്കുന്നില്ല. തൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാനായിട്ട് ജോസ് കെ മാണിക്ക് അവിടെ പോയതിന് ശേഷം കഴിയുന്നില്ല. പക്ഷേ ഇവിടെ നിന്നിരുന്നെങ്കിലോ ഭരണവുമില്ലാത്ത ഒരു രീതിയിലേക്ക് മുമ്പോട്ട് പോകുമായിരുന്നു. പക്ഷേ 2026-ൽ വരുമ്പോൾ ഭരണത്തിൽ വരണമെന്ന് ലീഗിനെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഭരണമില്ലാത്ത നാളുകൾ എന്ന് പറയുന്നത് അവർക്ക് ഭ്രാന്ത് പിടിച്ച ഒരു ലോകമാണ്. ആ ലോകത്തിൽ ഇനി 5 വർഷം കൂടി മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ അപ്പോഴത്തേക്ക് പ്രായം കുറച്ചാകത്തില്ലേ? പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വല്ലതും കിട്ടുമോ? അതുമില്ലാതാകും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉപമുഖ്യമന്ത്രി വരെയാണ് വലുത്, അവിടെ വരെ ആകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനായിട്ടൊന്നും കോൺഗ്രസ് അനുവദിക്കത്തുമില്ലല്ലോ. കോൺഗ്രസ് VD സതീശനെ പോലുള്ളവരാണ് ഇതിനകത്ത് വളരെ ശക്തമായ തീരുമാനം എടുത്തിട്ടുള്ളത്. PV അൻവറിനെ മുറ്റത്ത് നിർത്തിയില്ലേ UDF-ലേക്ക് പ്രവേശിപ്പിക്കാതെ. അപ്പം ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തത് ഗുണം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെ ഈ ജോസ് കെ മാണിയുടെ ഈ ബാർഗെയിനിങ് ഉണ്ടല്ലോ, UDF-ൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ബാർഗെയിനിങ് നടക്കും, അത് ഉറപ്പായ കാര്യമാണ്. LDF-ൽ നടക്കത്തില്ല. CPM അത് അനുവദിക്കുകയുമില്ല, അവരൊട്ട് മൈൻഡ് ചെയ്യത്തില്ല, പരിഗണിക്കില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള, എന്നാലും UDF അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുന്നത് നല്ല രീതിയിൽ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ബാർഗെയിനിങ് തുടരും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ പുതിയൊരു നീക്കം ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ കൂടുതൽ സീറ്റും ആവശ്യപ്പെടാം. കടുത്തുരുത്തി മാത്രമല്ല, മറ്റു കൂടുതൽ സീറ്റുകൾ കൂടി ചോദിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാഞ്ചാട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തീർത്ത് പറയാറായിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ബാർഗെയിനിങ്
വിലപേശൽ നന്നായി നടക്കും.